കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2:41 മുതലുള്ള തിരുവചന ഭാഗം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവൻ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവർ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവർ അവനോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുക്കുടുംബത്തിലേക്ക് നോക്കി പലതും പഠിക്കാനുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കി പലതും തിരുത്താനുണ്ട്. അത് ചെയ്ത് ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു തിരുനാളായിട്ട് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിനെ നമ്മൾ കാണണം. തിരുക്കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഉണ്ണീശോ, മാതാവ്, യൗസേപ്പിതാവ്. ഇതുപോലെ മാതാപിതാക്കൾ, മക്കള് ചേരുന്നതാണ് ഭൂമിയിലെ കുടുംബം. ഈ കുടുംബങ്ങളിൽ തിളങ്ങി വിളങ്ങേണ്ടതായ പല കാര്യങ്ങളുമാണ് ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ അതിന് ബീമും തൂണും ഒക്കെ ഉണ്ട്. ആ കെട്ടിടത്തിന് ഉറപ്പുണ്ടാകാൻ വേണ്ടി, സുരക്ഷിതമായിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഒരു 4 പ്രധാന തൂണുകളുടെ മേലാണ് ഒരു ക്രിസ്തീയ കുടുംബം പണിതുയർത്തപ്പെടേണ്ടത്. ഒന്നാമത്തേതാണ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്നവരായിട്ട് കുടുംബാംഗങ്ങൾ മാറണം. ദൈവത്തെ അറിഞ്ഞവർക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നീ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയല്ല. പാരമ്പര്യമായിട്ട് പലതും നമുക്കറിയായിരിക്കും, പല പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തെ സ്നേഹിക്കാത്ത വ്യക്തി ദൈവത്തെ അറിഞ്ഞ വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. 2-ാമത്തെ തൂണെന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ പരസ്പരം സ്നേഹിച്ചിരിക്കും. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. പരസ്പരം സ്നേഹിക്കാത്തവർ, ഞാൻ ഭയങ്കര ദൈവസ്നേഹിയാണ്, എനിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ ജീവനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നാലും വെറും പൊള്ളവാക്ക്. കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന അതിന് പരസ്പരം സ്നേഹിക്കുക, സഹോദര സ്നേഹം. ആരാണ് നമ്മുടെ ഏറ്റവും അടുത്ത സഹോദരൻ? നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ. അവരെ സ്നേഹിക്കാതെ ഓടി നടന്ന് ബാക്കി കാണുന്നവരെല്ലാം സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. നമുക്ക് കാണാൻ സാധിക്കും, സാത്താൻ നൽകുന്ന അവനിടുന്നൊരു ചൂണ്ടയാണ് സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. ഇത് ചിലർ അവരുടെ അനുഭവം
ജീവിത പങ്കാളിയെ കണ്ട ഒരാകർഷണവും ഇല്ല. പുറത്തോട്ടിറങ്ങുമ്പം വേറെ ഏത് പെണ്ണിനെ കണ്ടാലും ഭയങ്കര ആകർഷണ. അതൊരു തെറ്റായിട്ടുള്ള ഒരു സാത്താൻ്റെ ഒരു ചൂണ്ടയായിട്ട് നമ്മൾ കാണണം. നമ്മൾ ആദ്യം നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണേണ്ടത് നമ്മുടെ തന്നെ കൂടെ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ജീവിക്കുന്ന വ്യക്തികളെ, അവരെ സ്നേഹിച്ചിട്ടാണ് പുറത്തോട്ട് പോയി നമ്മൾ ബാക്കിയുള്ളവരെ സ്നേഹിക്കേണ്ടത്. ഇവർക്ക് വേണ്ടത് നൽകിയിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഉപകാരികളാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത്. മൂന്നാമതൊരു കാര്യം കൂടി ഇന്നത്തെ രണ്ടാം വായന നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പുണ്യാഭ്യാസം. കുടുംബാംഗങ്ങൾ പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം വളരെ ദൈവികമായൊരു അന്തരീക്ഷമായിരിക്കും. വിശുദ്ധ പീറ്റർ ക്രിസോലഗസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവമക്കൾക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ടത്. ഒന്ന്, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സ്കൂളിലിരുന്ന് കോളേജിൽ പോയി പഠിച്ച് ഉണ്ടാക്കിയ വിദ്യാഭ്യാസം എന്നതിനേക്കാൾ പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതങ്ങൾ 9:10 നമ്മെ പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഈ അറിവ് അതിനിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ അറിവും പുണ്യങ്ങൾ അഭ്യസിച്ചുള്ള ഒരു ജീവിതം. നമുക്കറിയാലോ, ക്രിസ്ത്യാനികൾക്ക് അലങ്കാരമായി മാറേണ്ടത് ലോകം അലങ്കാരമായിട്ട് കാണുന്ന കാര്യങ്ങളല്ല. 1 പത്രോസ് 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരെ ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ ആകരുത് നിങ്ങൾക്കലങ്കാരം. കാരണം നിങ്ങൾ ദൈവമക്കളാണ്, നീ ക്രിസ്ത്യാനിയാണ്. പറയുണ്ട്, ലോകം കാണിച്ചു കൂട്ടുന്നതിൻ്റെ എല്ലാം പുറകെ നീ പോകരുതെന്ന്. നിങ്ങൾക്ക് അലങ്കാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അണിയുന്നതാണ്. അപ്പോൾ എന്തുണ്ടാവും? സൗമ്യത, ശാന്തത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കും. ശരിക്കും ഇതൊക്കെയാണോ നമ്മൾ അലങ്കാരമായിട്ട് കാണാറുള്ളത്? അതോ 1 ഗ്രാം സ്വർണം കൂടെ കൂടുതൽ സമ്പാദിക്കണം, ഒരു പുതിയ സാരിയും കൂടെ മേടിക്കണം, അതല്ലെങ്കിൽ ഒരു പുതിയ വാഹനം കൂടി വാങ്ങിക്കണം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. ക്രിസ്ത്യാനി എന്ന് മറന്ന് ഇന്ന് പല കാര്യങ്ങളുടെയും പുറകെ പോകുന്ന ആൾക്കാരെ കണ്ടെന്ന് വരും. അതല്ല, ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസം, പുണ്യാഭ്യാസം. ഇപ്പം അതിന് പകരം വേണേ 2-3 ഫോണ് ചങ്കോട് ചേർത്ത് പിടിക്കും. അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള വ്യക്തികളെ കാണാൻ പറ്റും. ഇവിടേക്കാണ് നമുക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നവരുടെ കുടുംബത്തിൽ എങ്ങനെ ദൈവസാന്നിധ്യം ഉണ്ടാവും? കടുത്ത സ്വാർത്ഥത, അസൂയ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പിടികൂടിയിരിക്കുന്ന വ്യക്തികൾ ജീവിക്കുന്നിടത്ത് എങ്ങനെ ദൈവസാന്നിധ്യം ഉണ്ടാവും? അവിടെ എങ്ങനെ പ്രാർത്ഥന ഉണ്ടാവും? അവിടെ എങ്ങനെ ദൈവത്തെ മാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും? യാക്കോബ് ശ്ലീഹ 3:16 പറയുന്നുണ്ട്, എവിടെ അസൂയയും സ്വാർത്ഥമോഹങ്ങളുമുണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും മുളയെടുക്കും. ഇന്ന് ഇങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളെ നമ്മൾ കൂടുതൽ എണ്ണിയാൽ കാണാൻ പറ്റും. ഈ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെട്ട എത്ര കുടുംബങ്ങളെ നമ്മൾ കണ്ടെന്ന് വരും. ഇവിടെയാണ് മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തണം എന്നുള്ള ആ ഒരു ചിന്തയും അതിനുള്ള തീരുമാനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തൂണായിട്ട് നമ്മൾ കാണേണ്ടതാണ് വചനത്തിന് വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സ്ഥാനം ലഭിക്കുക. ഒരു ദിവസം പോലും നിങ്ങൾ വ്യക്തിപരമായിട്ടും ഒന്നിച്ചിരുന്നും വചനം വായിക്കാതെ ഒരു ദിവസം പോലും കടത്തിവിടരുത്. ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ് കൊളോസസ് 3:16. നിങ്ങൾ എന്ത് ചെയ്താലും അത് ഉപദേശമാണേലും പഠിക്കുന്നതാണേലും പഠിപ്പിക്കുന്നതാണേലും പ്രസംഗിക്കുന്നതാണേലും മറ്റെന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യം ഉറപ്പാക്കുക, വചനസമൃദ്ധി ഹൃദയത്തിലുണ്ടെന്ന്. നമ്മൾ എത്ര പേർക്ക് എൻ്റെ ഹൃദയത്തിൽ വചന സമൃദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റും? അതോ വചന ദാരിദ്ര്യമാണോ? വചന ദാരിദ്ര്യത്തിൽ നിന്നും വചന സമൃദ്ധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അതിൻ്റേതായിട്ടുള്ള
നന്മകൾ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. എനിക്കറിയാം മാതാപിതാക്കൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ മക്കൾക്ക് സമ്മാനം കൊടുക്കാമെന്നൊക്കെ പറയുന്നത് എപ്പോഴാണെന്നറിയോ? നീ 25 വചനം മനഃപ്പാഠമാക്കി കഴിയുമ്പോൾ ഈ ഒരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാം. നീ 50 വചനം മനഃപ്പാഠമാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സമ്മാനം നിനക്ക് ഞാൻ തരാം. നമ്മൾ മറ്റു പല മേഖലയിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പല വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങൾ പോലും അവർക്ക് നൽകിയെന്ന് വരും. നമ്മൾ ശരിക്കും ദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവരുടെ ഗണത്തിൽ പെടുമോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് കുടുംബാംഗങ്ങളുടെ ഇടയിൽ വളർന്നു വരേണ്ടതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കണം. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം: കെയർ, ഷെയർ, ബെയർ. ഗലാത്യർ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം വായിച്ചാൽ ഇതിലൊന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 3 കാര്യങ്ങൾ. 1, കരുതുന്നവരായിട്ട് മാറണം. കുടുംബാംഗങ്ങളെ കരുതുന്നവരായിട്ട് മാറണം. മക്കൾ മാതാപിതാക്കളെ കരുതണം. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഐശ്വര്യം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം, സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം, പിന്നെ നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, വരും തലമുറ അനുഗ്രഹിക്കപ്പെടണം. എല്ലാം ഇഷ്ടപ്പെടുന്നവരാ. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നിൻ്റെ മാതാപിതാക്കളെ നീ കെയർ ചെയ്യുക, അവരെ കരുതുക. അവർക്ക് പ്രായമായെങ്കിൽ പോലും അവരെ കരുതുക. അവർ രോഗികളാണെങ്കിലും അവരെ കരുതുക. അവർക്ക് സുബോധം ഇല്ലെങ്കിലും അവരെ കരുതുക. നമുക്ക് മാതാപിതാക്കൾക്ക് മാനസികമായിട്ട് ഒരു ബാലൻസ് പോയെന്ന് വിചാരിച്ച് അവരെ അവഗണിക്കാൻ പറ്റുമോ? അവരോട് നമുക്ക് തോന്നുന്നതെല്ലാം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കാൻ പറ്റും? ദൈവാനുഗ്രഹം വേണോ? അതിനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കുക, അവരെ കരുതുക. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കരുതുന്ന വ്യക്തി അല്ലെങ്കിൽ നിനക്ക് തിരുത്താനുള്ള അവകാശമില്ല. ഇഫ് യു ഡോണ്ട് കെയർ ഫോർ എ പേഴ്സൺ, നോ റൈറ്റ് ടു കൺഫ്രണ്ട്. ചിലരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനും എല്ലാം കൺഫ്രണ്ടേഷനാണ്. അവരെ കറക്റ്റ് ചെയ്യാൻ, നേരെയാക്കാനുള്ള പരിശ്രമത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ ഞാൻ കേട്ടതാണ് ഒരു സഹോദരി വേദനയോടെ പറഞ്ഞത്, എൻ്റെ മക്കള് എൻ്റെ അപ്പനെതിരെ തിരിയുന്നതിനകത്ത് അതിശയിക്കാനൊന്നുമില്ല. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ വടി കൊണ്ട്, അത് അടി എന്ന് പറഞ്ഞാൽ അസാമാന്യ അടിയാണ്. രക്തം വരുന്നത് പോലെ, ശരീരം മുറിയുന്നത് പോലത്തെ അടിയും മറ്റൊക്കെയാണ്. ഈ അപ്പന് എന്ത് അധികാരമുള്ളത് മക്കളോട് അങ്ങനെ പെരുമാറാൻ? ആദ്യം മക്കളെ കരുതാൻ പഠിക്കണം. അവരുടെ അപ്പനായിട്ട് മാറാൻ പഠിക്കണം. എന്നിട്ടാണ് അവരെ തിരുത്താനായിട്ട് പോകേണ്ടത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. 2-ാമത്തെ കാര്യമാണ് ഷെയർ. ഇപ്പം എന്നെ വെച്ചിരിക്കുന്നത് പല കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വാർത്ഥതയുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന വ്യക്തികൾ. ഞാൻ എൻ്റെ ജീവിതം, ഞാൻ എൻ്റെ ഫോണ്, എൻ്റെ മുറി, ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു ഐ ഡോണ്ട് കെയർ. എനിക്കതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ ജീവിതം, എൻ്റെ സുഖം, എൻ്റെ തീരുമാനം. ആരും എന്നെ ഉപദേശിക്കാനും വരണ്ട, കറക്റ്റ് ചെയ്യാനും വരണ്ട, നേരെയാക്കാനും വരണ്ട. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോളാം. ഇങ്ങനത്തെ ഒരാൾ ഒരു വീട്ടിൽ ഉണ്ടായ പോരെ? ആ കുടുംബം നരകമാകാൻ, ആ കുടുംബത്തിൽ തിന്മ കൊടികുത്തി വാഴാൻ. അതല്ലേ ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. പറയുണ്ട്, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് മറ്റുള്ളവരെ കരുതുന്ന ഒരവസ്ഥയിലേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കണം. അതൊരു ക്രിസ്ത്യാനിയുടെ കടമയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. 3-ാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബെയർ ദ ബർഡൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാരം സന്തോഷത്തോടെ വഹിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാലോ, വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് പ്രിവിലേജ്, അവകാശമുണ്ട്. മറ്റേ ആർക്കുമില്ലാത്തെന്ന് പറഞ്ഞാൽ അവിവാഹിതർക്കില്ലാത്ത പ്രിവിലേജ്, അവകാശം വിവാഹ ജീവിതക്കാർക്കുണ്ട്. പക്ഷെ ആ കൂടെ വിവാഹ ജീവിതം നയിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് സഹിക്കാൻ ഞാൻ തയ്യാറാകണം. എൻ്റെ ജീവിത പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നെങ്കിൽ അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകണം.
അതാണ് പരസ്പരം ഭാരം വഹിക്കുന്നവരായി മാറുക എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം പിടിച്ചാൽ പ്രിയപ്പെട്ടവരെ, ആ കുടുംബം തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടും. തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധി വിളഞ്ഞു കിടന്ന ഒരു കുടുംബമാണ് തിരുക്കുടുംബം. വ്യക്തികൾക്കുള്ള വിശുദ്ധി, അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ വിശുദ്ധി. നമ്മുടെയൊക്കെ കുടുംബത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കാവുന്ന ആ ഒരു രീതിയിലാണോ നമ്മളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്? അതോ എനിക്കെൻ്റെ ജഡസുഖം, ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് വേണം, അതിന് ഞാൻ എന്ത് അശുദ്ധിയിലേക്കും പോകും? നമ്മുടെ കുടുംബം അശുദ്ധമാകാതിരിക്കും. ചീഞ്ഞ നാറുന്ന ഒരു ഡ്രസ്സ് ഇട്ട് ഞാനൊരു മുറി ഇരിക്കുമ്പോൾ ആ മുറിയിലിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് അതിൻ്റെ നാറ്റം വരാതിരിക്കുമോ? അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു, വിശുദ്ധിക്ക് സ്ഥാനം കൊടുത്താണോ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പരസ്പര സ്നേഹം. നമുക്ക് തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ സ്നേഹത്തിൻ്റെ ഒരു വിളനിലമായിട്ട് നമ്മൾ കാണേണ്ടതാണ് തിരുക്കുടുംബം. നമ്മുടെ കുടുംബത്തിലേക്ക് ആ സ്നേഹത്തിന് കിട്ടേണ്ട സ്ഥാനം കിട്ടിയിട്ടുണ്ടോ? നീ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ പറയണം. എപ്പോഴാണ് അവർ പറയുക? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട്. ഇതാണ് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിച്ചത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ പറയും, ഇതാ ഞാൻ ക്രിസ്ത്യാനികളെ കണ്ടു. നമുക്കൊരു ക്രിസ്തീയ പേര് പോരാ, സ്നേഹിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായി മാറണം എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യമാണ് ഐക്യം. അവിടെ മറിയം ഇഷ്ടപ്പെടാത്ത ഒന്ന് ജോസഫ് ഇഷ്ടപ്പെടത്തില്ല, ജോസഫ് ഇഷ്ടപ്പെടാത്ത ഒന്ന് മറിയം ഇഷ്ടപ്പെടത്തില്ല, യേശു ഇഷ്ടപ്പെടാത്ത ഒന്ന് മറിയമോ ജോസഫോ ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ വരുവാണെങ്കിൽ സ്വർഗം നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരംഭിക്കാൻ പറ്റില്ലേ? ആരംഭിച്ചാലാണ് അതിൻ്റെ പൂർണ്ണത മരണാനന്തരം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. ഈ കാര്യങ്ങൾ ഗൗരവപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ബാക്കി ദൈവം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന ആ ഒരവസ്ഥയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.